ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുട്ടാ. ഇപ്പം സമയം 4:45 കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? 4:45 സമയം. അപ്പോൾ നമ്മ ഇപ്പം മെഗ്ഡി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. മലപ്പരം ഞാനും കുട്ടും അബിയും മുത്തും അഞ്ചനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നതെല്ലാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒന്ന് എൻ്റെ വീഡിയോയിൽ മുഖം കാണിക്കൂ. താങ്ക് യു. നിൽക്കുന്നിൻ്റെതും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മെഗ്ഡി തിന്നാൻ പോകുമ്പോൾ ഞാൻ എന്തിനും ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നു. നമ്മ മെഗ്ഡി തിന്നാൻ പോകുന്നത് വേറൊരു രാജ്യത്തേക്കാണ് ഗായ്സ്. ഇപ്പൊ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ബസ്സിന് വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ട്. നമ്മ ബസ്സിലാണ് പോകുന്നത്. നമ്മ ഇപ്പം മലേഷ്യക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മലേഷ്യക്ക് നമ്മൾ ഇവിടുന്ന് ബോർഡറിലേക്ക് പോകണം, വുഡ്ലാൻഡ്സിലേക്ക് നമ്മൾ പിന്നെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട ബസ് വന്നത് അപ്പൊ നമുക്ക് വേണ്ട ബസ് വന്നു ഗൈസ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും നമുക്കെല്ലാവർക്കും സീറ്റ് കിട്ടീന്. ഒന്നിച്ചല്ലെങ്കിലും ഓരോരോ സീറ്റിലായി നമ്മൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം മുമ്പിലുണ്ട്. എനിക്ക് ബാക്ക് സീറ്റാണ് കിട്ടീന്. അപ്പോൾ ഇതാണ് കേട്ടോ വുഡ്ലാൻഡ്സ് ഇൻ്റർചേഞ്ച്. അപ്പോൾ ഇൻ്റർചേഞ്ചിൽ നിന്ന് നമുക്ക് ഒരു ബസ്സും കൂടി എടുക്കണം. ആ ബസ് എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് പോയിന്റിലേക്ക് പോകുന്നത്. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, എന്തെങ്കിലും തിന്നാൻ പറ്റുമോ മേടിക്കാൻ വെച്ചിട്ട് നമ്മൾ തിന്നാൻ മേടിക്കാൻ വേണ്ടി പോയിട്ടാ. എന്തിയാ കിട്ടില്ല ബീഡ ചോക്ലേറ്റ് ചീസ് പാൻകേക്ക് ഒന്ന് കാണിച്ചാൽ മതി, എനിക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ബസ്സിൽ വന്നിട്ട് വുഡ്ലാൻഡ്സ് ഇൻ്റർചേഞ്ചിൽ ഇറങ്ങി. ഇനി അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടായിട്ടുമ്പോൾ ഞാനൊരു സംഭവം കണ്ടു. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് സാധനം കാണിച്ചു തരാം. ആരാന്ന് നോക്കൂ, ഐ ജ്യൂസ്. നമുക്ക് ഐ ജ്യൂസ് കുടിക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. സ്ട്രോ എടുക്കണ്ടേ?
ഇത് നല്ല പാങ്ങുണ്ട്. ഇഷ്ടായില്ലേ? ഇഷ്ടായില്ല. ഒന്നുകൂടി മേടിക്കുവാ. അപ്പോൾ നേരത്തെ നമ്മൾ വുഡ് ലൈൻസ് ഇന്റർചേഞ്ചിൽ ഇറങ്ങി. എന്നിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ചെക്ക് പോയിന്റിലേക്കാണ്. എന്നാലേ നമുക്ക് മലേഷ്യക്ക് പോകാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ചെക്ക് പോയിന്റിൽ പോകും ബസ്സിൽ. നിങ്ങൾ ഈ ബിൽഡിംഗ് കാണുന്നുണ്ടോ? അത് മലേഷ്യയാണ് ഗൈസ്. മലേഷ്യ. നമ്മ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മ എവിടെ പോകുന്നത്? നിന്നെ രണ്ടാമത് മലേഷ്യ കാണിക്കാൻ പോണേ. ഞാൻ ആദ്യം പാങ്ങിൽ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടല്ലേ പോണേ. പർപ്പസ് ഓഫ് ഗോയിങ്. പോയി ഇപ്പോൾ നമ്മൾ വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റിലെത്തി. ഇനി കുറച്ച് നമ്മൾ അങ്ങോട്ട് നടക്കണം. നടന്നെങ്കിൽ നമ്മൾ അവിടെ പാസ്പോർട്ടെല്ലാം കാണിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കുറച്ച് നല്ല തിരക്കുണ്ട് ഗൈസ്. നല്ല കുറേ ആൾക്കാരുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. നമ്മൾ സിംഗപ്പൂരിൻ്റെ ചെക്ക് പോയിന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ബസ്സിൽ JB-യിലേക്ക് പോകും. ആടെ ഒരു ചെക്ക് പോയിന്റും കൂടി ഉണ്ട്. ആടെയും നമ്മൾ പാസ്പോർട്ടെല്ലാം കാണിക്കണം. അപ്പോഴാണ് നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വെക്കുന്നത് പ്ലീസ്. അപ്പം അതിന് പോകാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുന്നുണ്ട്. വലിയ ക്യൂ ഉണ്ട്. എല്ലാം JB-യിലേക്ക് പോകാനുള്ള ബസ്സിനുള്ള ക്യൂ ആണ്. നല്ല ക്യൂ ഉണ്ട്. എവിടെ പോന്നേ? ഒരു ഓട്ടോഗ്രാഫ് തരുമോ? പ്ലീസ് മാം, പ്ലീസ്. ടാക്സി ബുക്കാക്കിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നിടത്തേക്ക്. സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. സ്ഥലത്തിൻ്റെ പേരെന്തിയാ കിട്ടൂ? അതല്ല നമ്മൾ പോകുന്ന കുറച്ച് ടഫുള്ള പേരാണ്. എനിക്കറിയില്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മളെ വണ്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ ഈ കറുത്ത വണ്ടിയാണ് നമ്മളെ വണ്ടി. വേഗം ഓടിക്കയറി. നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ മെഗ്ജിയിലേക്കല്ല വന്നത്, നമ്മൾ KFC-യിലേക്കാണ് വന്നത്. KFC. നമുക്ക് വൈബ് പിടിച്ച് KFC തിന്ന ഗൈസ്. അവിടെ ഒരു വലിയ പാലമുണ്ട്. മലേഷ്യ ടു സിംഗപ്പൂർ കണക്ഷൻ പാലം. ഇതുവരെ തുറന്നിട്ടില്ല. പക്ഷേ സോൺ തുറക്കുന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഞാനങ്ങനെ കേട്ടൂന്ന്. ഇത്രയും സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് 43 ആയിട്ടുണ്ട്. പക്ഷേ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് $12 ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് തിന്നുമ്പോഴത്തേക്ക് ഒരാൾക്ക് $12 അടുത്താവും. അപ്പോൾ നമ്മൾ വന്നത് നഷ്ടമായിട്ടില്ല. നമുക്ക് നല്ല രണ്ടാൾക്ക് കഴിക്കേണ്ടത് $12 ഓൾമോസ്റ്റ് കിട്ടി. ദാറ്റ്സ് ഗുഡ് അല്ലേ?
അവരിപ്പോഴും ഓർഡർ ആക്കി കൊണ്ടുണ്ട് ഗൈസ്. അബി ഓർഡർ ആക്കിയോ? അപ്പൊ അബിനെ വന്നോ? അയ്യോ ഇതെന്താ കെച്ചപ്പായിരുന്നു. ഹായ് ഗൈസ്, ഞാൻ മെഗ്ഗി തിന്നാൻ വേണ്ടിയിട്ട് മലേഷ്യക്ക് വന്നിട്ട് മെഗ്ഗി തിന്നാൻ പോയിട്ടില്ല. നമ്മ പകരം KFC തിന്നാൻ വന്നില്ലല്ലോ. നമ്മ KFC ഓർഡർ ആക്കി. KFC ഓർഡർ ആക്കിയിട്ട് കാണാൻ നല്ല പാങ്ങുണ്ടായിരുന്നു. തിന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഭാഷ പാങ്ങില്ല. സോ ഞാൻ തിന്നിട്ടില്ല ഗൈസ്. എൻ്റേത് മാത്രം പാങ്ങില്ല. നിനക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടുവാ? അടിപൊളിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടുവാ? അതെയാ, ഒത്തിരി ഇഷ്ടപ്പെട്ടുവാ? ഫുഡ് ഇഷ്ടപ്പെട്ടുവാ? ഓർഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായി വെച്ചിട്ട് ഞാൻ വിചാരിച്ച രസം ഉണ്ടാവില്ല. പക്ഷെ നല്ല വിചാരിച്ച അത്ര പൊട്ടല്ല. നിന്റെ ഫുഡിന്റെ അത്ര പൊട്ടല്ല. ഇതെന്താണ് ഗൈസ് അങ്ങനെ? എൻ്റെ ഫുഡ് മാത്രം. ഞാൻ സിംഗർ ബർഗർ ഓർഡർ ആക്കിയത്. എനിക്ക് കുറച്ചും പോലും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇനി എന്ത് ഞാൻ തിന്നാനോ? എൻ്റെ കുഞ്ഞ് വയറ് നിറഞ്ഞിട്ടും കൂടിയില്ല. പൊതുവെ എനിക്ക് നാട്ടിലത്തെ KFC ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം KFC. പക്ഷേ ഇനി ഞാൻ പുറത്തുനിന്നായിരുന്നു KFC തിന്നൂല. ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് നല്ല എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചൂടില്ല. KFC നല്ല ചിക്കനെല്ലാം നല്ല ചൂട് വേണ്ടേ, പക്ഷെ ഇത് ചൂടില്ല. ഭയങ്കര വിഷമാണ് ഗൈസ്, വിഷമാണ്. മെഗ്ഡി ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ നമ്മ എന്നിട്ട് മെഗ്ഡിയിൽ വന്നില്ല. KFCയിൽ പോയി. ഐ ആം സോ സാഡ്. എന്തായാലും KFC ചീറ്റിപ്പോയി. സോ നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും എൻ്റെ മാത്രമേ ചീറ്റിപ്പോയിട്ടുള്ളൂ കേട്ടോ. ഇവർക്കെല്ലാം കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചവിടെ അപ്പുറത്ത് സ്ട്രീറ്റ് ഫുഡ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ് എന്ന് പറയൂലേ? പക്ഷെ എൻ്റെ ഫുഡ് ഫുഡായിരുന്നില്ല. അപ്പം എൻ്റെ മൂഡ് ഓഫായി. ഭയങ്കര വിഷമാണ്. എനിക്ക് ഭയങ്കര വിഷമായി പോയി അബി KFC തിന്നിട്ട്. നമ്മളിങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാൻ വേണ്ടി ഇരുന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഇതെന്തിയാ വായിക്കല്? ഇതാണ് ടാക്സി. ശരിക്കും നമ്മുടെ നാട്ടിൽ TAXI അല്ലേ, ഇവിടെ കാണിക്കുന്നത് ടാക്സി. സോറി, ടാക്സി. കുട്ടീനെ കടിച്ചു. നമ്മ ഇങ്ങനെ കടലിന്റെ സൈഡിൽ കൂടി വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ ബാക്കിൽ വരുന്നുണ്ട്. ഇവിടെ കുറെ ആൾ ഇരുന്നിട്ട് പാട്ടെല്ലാം പാടുന്ന, മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ചൂണ്ടെല്ലാം ഉണ്ട് അവരുടെ അടുത്ത്. നൈസ്. നമ്മ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. ഫുഡ് കഴിച്ചു. നമ്മളിപ്പോൾ തിരിച്ചു പോവും. എൻ്റെ വിശപ്പ് മാറിയിട്ടില്ല. കാരണം വിശപ്പ് മാറാതെ എനിക്ക് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നല്ലോണം വിശക്കും. വീട്ടിൽ പോയാലൊന്നും തിന്നാനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അല്ലയോ? സോ എന്തെങ്കിലും തിന്നിട്ട് പോകണം. പറഞ്ഞ പോലെ നമ്മളൊരു മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഫി എടുത്തിട്ടുണ്ട്. ഈ കോഫി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കോഫി. ഞാൻ ഒരു പ്രാവശ്യമേ കുടിച്ചിട്ടുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം കോഫി ഉണ്ട്, മാഗി ഉണ്ട്, ഇവിടെ അഞ്ജനിയുണ്ട്. അപ്പം നമുക്ക് കോഫി കുടിക്കാം.
ഇപ്പം നമ്മൾ മാഗി തിന്നു, കോഫി കുടിച്ചു, തിരിച്ച് പോവാൻ വേണ്ടി പോകുന്നുണ്ട്. ആടെല്ലാം ഉണ്ട് അങ്ങോട്ട് മരം. ഇവിടെ എല്ലാവരും ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മ ഇവിടുന്ന് പോകുന്നു. ഇപ്പോൾ നമ്മ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു, ഫുഡ് കഴിച്ചു, തിരിച്ചു പോകുന്നു. ഇപ്പോൾ ടാക്സി ബുക്കാക്കിയിട്ടുണ്ട്. ടാക്സി ഇപ്പോൾ വരും. ടാക്സി വന്നെങ്കിൽ നമ്മ പോകും. അപ്പോൾ നമ്മൾ ടാക്സിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന പോലെ തന്നെ ചെക്ക് പോയിന്റിലേക്ക് പോകണം. അപ്പോൾ ടാക്സിയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു റോഡ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം, എന്നാലേ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം സമയം 10 മണിയായി കേട്ടോ, 10:10. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് പോകുന്നുണ്ട്. റോഡ് കടക്കണം. നമ്മ ബസ്സിൽ കയറിയിട്ട് അപ്പുറത്തെ ചെക്ക് പോയിന്റിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മ വന്ന പോലെ തന്നെ നമ്മ മലേഷ്യന്റെ ബോർഡർ കഴിഞ്ഞു, നമ്മ ചെക്ക് പോയിന്റ് കഴിഞ്ഞു. എന്നിട്ട് ബസ്സിൽ നമ്മ സിംഗപ്പൂരിന്റെ ചെക്ക് പോയിന്റിലേക്ക് പോകണം. ബസ്സിൽ കയറിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ സീറ്റ് നല്ല രസമുണ്ട് ഈ ബസ്സിന്റെ. നമ്മ പണ്ട് സ്കൂളിൽ ടൂറെല്ലാം പോകുമ്പോൾ ഉണ്ടാകുന്ന ബസ്സിന്റെ സീറ്റ് മാതിരി ഭയങ്കര നൊസ്റ്റു അടിക്കുന്നു. പുറത്ത് പെട്ടെന്ന് നല്ല മഴ പെയ്തു. നമ്മ ടാക്സിയിൽ വന്നിട്ട് അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇവിടെ നമ്മൾ ചെക്ക് പോയിന്റ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ നമ്മൾ ബസ് കയറി. ഇവിടെ വേറെയും ബസ്സുണ്ട്. അപ്പോൾ ആൾക്കാർ ഫില്ലാന്ന് നമുക്ക് ഓരോ ബസ് എടുക്കും, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ബസ് ഇറങ്ങി പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ചെക്ക് പോയിന്റും കഴിഞ്ഞു, സിംഗപ്പൂർ ചെക്ക് പോയിന്റിൽ. അപ്പോൾ നമ്മൾ വുഡ്ലാൻഡ്സ് ഇന്റർചേഞ്ചിലേക്ക് പോകുന്നുണ്ട് ബസ്സിൽ കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്കെല്ലാം പോയല്ലോ. ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ വന്നത് പുറത്തുനിന്നേ ഉണ്ട്. ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് കാത്തുനിന്നിട്ടാണ് ഈ ബസ് കിട്ടിയത്. ഭാഗ്യത്തിന് സീറ്റ് കിട്ടീനി. അങ്ങനെ നമ്മൾ വുഡ്ലാൻഡ്സ് ഇന്റർചേഞ്ചിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ പുങ്കോളിലേക്ക് ബസ് എടുക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സെല്ലാം ഇറങ്ങിയിട്ട് ഇനി വീട്ടിലേക്ക് നടന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.